കേരള ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയിട്ട് സ്വന്തം മുഖം മിനുക്കിയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല. ഈ സർക്കാർ മാറണമെന്ന് പറയുമ്പോൾ വരുന്ന സർക്കാർ എന്താണ് ഓഫർ ചെയ്യുന്നത്? എന്തും മാറ്റമെടുക്കാൻ ജനം മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറുന്ന കേരളത്തെ എങ്ങനെയാണ് UDF ഷേപ്പ് ചെയ്യാൻ പോകുന്നത്? 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നില്ലേ? എന്നിട്ട് 55 മാസം കഴിയുന്നവരെ നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ആർക്കാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായ പ്രകാശം പരത്തണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് 3000 രൂപ ആക്കാൻ തീരുമാനിച്ചത്. ആ പറഞ്ഞ ആരോപണം പറയാൻ ഒരു വാക്ക് പറയാനുള്ള ധൈര്യവും ആർജവും പിണറായി വിജയൻ ഉണ്ടാവും. ആ പറഞ്ഞതിന്റെ ഒരു വാചകം പറയാൻ പൂർത്തീകരിക്കാൻ ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇന്ത്യയുടെ താല്പര്യങ്ങളെ മുഴുവൻ അടിയറ വെച്ച് ഇന്ത്യ അമേരിക്ക ഡീൽ ഉണ്ടാക്കി നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുന്നു മിസ്റ്റർ മോഡി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. നിങ്ങൾ സറണ്ടർ ചെയ്യാൻ കാരണവുമുണ്ട്. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ദൃശ്യമാകുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാഴ്ചവെക്കുന്നത്. അത് ഇന്നലത്തെ ആദ്യഘട്ട പര്യടനത്തിലൂടെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടും ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യം ആമുഖമായിട്ട് പറയട്ടെ. 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനോട് ഇനി നിങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ജനത ഒട്ടാകെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ആരോട് ചോദിച്ചാലും, പാർട്ടി പ്രവർത്തകരോടും മുന്നണിക്കാരോടും അല്ല ഞാൻ പറഞ്ഞു, ജനങ്ങൾ ആരോട് ചോദിച്ചാലും മൂന്നാമതൊരു തവണ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ വേണ്ട എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് കേരള ജനത എത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ വളരെ ക്ലിയർ ആണ്. നിങ്ങൾ തന്നെ മാധ്യമങ്ങളിലൂടെ പല പ്രാവശ്യം പുറത്തു കൊണ്ടുവന്ന സർക്കാരിന്റെ യഥാർത്ഥ മുഖമെന്തെന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവരുടെ ഗവേണൻസിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ ആശുപത്രിയിലെ ഇപ്പൊ ഇന്ന് കണ്ട് 4 പേര് മരിച്ച കാര്യം സർക്കാർ മൂടിവെച്ചു എന്ന് ആ കുടുംബം പറയുമ്പോൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആളെ രക്ഷിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്ക് പകരം ആളെ കൊല്ലുന്ന മെഡിക്കൽ കോളേജായി മാറിയ അനുഭവങ്ങളുടെ പരമ്പരകളാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ടത്. പബ്ലിക് സർവീസ് കമ്മീഷൻ ലിസ്റ്റിൽ 1ാം റാങ്ക് ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്ന് തെളിയിച്ച നാടായിട്ട് നമ്മുടെ നാട് മാറി. മറുഭാഗത്ത് സ്വന്തക്കാരെ, ബന്ധുക്കളെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ റെക്കോർഡിട്ട നാടായിട്ടും നമ്മുടെ നാട് മാറി. വൈരുദ്ധ്യം നോക്കേണ്ടത് അവിടെയാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ റാങ്ക് വാങ്ങിച്ചാൽ ജോലി ഉണ്ടാവില്ല. പക്ഷെ സ്വന്തക്കാർക്കും എടുത്തു നോക്കി അറിയാം. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 5-10 വർഷക്കാലം നടത്തിയ പിൻവാതിൽ നിയമനങ്ങളുടെ പട്ടിക ഞങ്ങളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന പിൻവാതിൽ നിയമനങ്ങളാണ്. മിക്കവാറും പേർ സ്വന്തക്കാർ, ബന്ധുക്കൾ മാത്രമാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ, കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങൾ, നിയമസമാധാനം തകർത്തെറിഞ്ഞ സംഭവ വികാസങ്ങൾ. അപ്പൊ കേരളത്തിൽ സത്യത്തിൽ സർക്കാരിന്റെ മുഖം വികൃതമായപ്പോൾ വികൃതമായ മുഖം തേച്ചുമെനിക്കാൻ വേണ്ടിയിട്ടുള്ള ഭീകരമായ PR എക്സസൈസ് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് നടത്തിയാലും ഇതൊന്നും ഈ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണമുള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ജനവികാരമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് നന്നായിട്ട് അറിയാവുന്നവര് CPM-നും ഇടതുപക്ഷത്തിനുമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. അത് PMCയിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു ഭാഗത്ത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്.
കേരളത്തിൽ UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവരുടെ രണ്ട് പാർട്ടികളുടെയും അണികള് അവരിത് ആളിക്കളിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാർട്ടി നേതൃത്വത്തിന്റെ രക്ഷകർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം ഡീലുകള് അവരുടെ അണികൾക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് മുൻപും അവർ പരീക്ഷിച്ചതാണ്, നമുക്കറിയാം. അത് പക്ഷെ എക്സ്പോസ് ചെയ്യപ്പെട്ടു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ. ആ CPM BJP ഡീലും ഈ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു പാളീസാകും എന്നുള്ളതിന് സംശയമില്ല. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വേളകളിലും ഉയർത്തിപ്പിടിച്ച കാര്യം, സർക്കാരിന്റെ ജനവിരുദ്ധത ആവർത്തിച്ച് പറയുമ്പോഴും ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജനങ്ങൾക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഈ സർക്കാർ മാറണമെന്ന് പറയുമ്പോൾ വരുന്ന സർക്കാർ എന്താണ് ഓഫർ ചെയ്യുന്നത്, എന്തും മാറ്റമെടുക്കാൻ ജനം മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറുന്ന കേരളത്തെ എങ്ങനെയാണ് UDF ഷേപ്പ് ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യത്തിന് ഞങ്ങൾ വളരെ കൂലങ്കുഷമായ ചർച്ച നടത്തിയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽ മാനിഫെസ്റ്റോ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് മാനിഫെസ്റ്റോ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എല്ലാ മേഖലകളിലും എല്ലാ സെക്ടറുകളിലും കേരളം ആവശ്യപ്പെടുന്ന, കേരളം അർഹിക്കുന്ന കൃത്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് വരും. ഞങ്ങളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന 5 ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടികളെ കുറിച്ച് CPM നന്നായിട്ട് കളിയാക്കി പറയുന്നുണ്ട് പലയിടത്തും. ഒന്നാമത്തത് KSRTC-യിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുത്തു എന്നുള്ളത്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ 10 കൊല്ലം ഭരിച്ച പിണറായി വിജയൻ നന്നായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, ഞാൻ വരുന്നത് ആലപ്പുഴയിലെ പാർലമെന്റ് അംഗമെന്ന നിലയിലാണ്. അവിടെ പട്ടണക്കാടും വയലാറിലുമുള്ള കയർ തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാര് അവരുടെ അടുത്തോട്ടൊന്ന് പോയാൽ അവരുടെ സങ്കടം കേട്ടാ മനസ്സിലാവും. ഒരു ദിവസത്തെ ചെലവിന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. എത്ര കൂലിയാണ് അവർക്ക് കിട്ടുന്നത്? ആ കൂലി പോലും എത്ര ദിവസമാണ് ഉറപ്പാകുന്നത്? അത് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ എടുത്തു പോയാൽ, സഹോദരിമാരാണ് ഇത് രണ്ടും. കയർ തൊഴിലാളികളും ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ്, കശുവണ്ടി തൊഴിലാളികളും ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ്. പീലിംഗ് തൊഴിലാളികൾ, മത്സ്യ മേഖലയിലുള്ള പീലിംഗ് തൊഴിലാളികളെ ഒന്ന് കണ്ടാൽ അവര് ജോലി ചെയ്യുന്ന പശ്ചാത്തലം നിങ്ങളൊന്ന് കാണണം പോയിട്ട്. എങ്ങനെയാണ് പീലിംഗ് തൊഴിലാളി ജോലി ചെയ്യുന്നത്? കേരളം, നമ്മൾ ഏറ്റവും മുന്നിൽ പോയ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്ന സ്ത്രീ സഹോദരിമാരുടെ ചിത്രം, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് സെക്ടർ എടുത്താലും, അത് കൈത്തറി സെക്ടർ എടുത്താലും, കയറായാലും, കശുവണ്ടി ആയാലും, മത്സ്യമായാലും, ഖാദിയായാലും, എന്തിനീ തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന തൊഴിലാളികളായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അവർ ഒന്ന് യാത്ര ചെയ്യാനെടുക്കുന്ന ടെൻഷൻ, ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് സഹോദരിമാർക്കൊരു മാന്യത കൊടുക്കാനും അവരുടെ ജീവിതം കുറച്ചുകൂടി പ്രയാസരഹിതമാക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു ഗെയിം ചേഞ്ചിങ് തീരുമാനമായിട്ട് തന്നെയാണ് വളരെ ആലോചിച്ച് KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വേണം എന്ന് UDF തീരുമാനിച്ചത്. ഇത് ഞങ്ങൾ ഇവിടെ മാത്രമല്ല, കർണാടകത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ വാഗ്ദാനമാണ്, തെലങ്കാനയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ വാഗ്ദാനമാണ്. ചോദ്യം, KSRTC നഷ്ടത്തിലോടുന്ന KSRTC-യെ വീണ്ടും നഷ്ടത്തിലാക്കാനാണോ ഇത്? ഉത്തരം, KSRTC-യെ നഷ്ടത്തിലാക്കാനല്ല. മുഖ്യമന്ത്രിയുടെ മുഖം നന്നാക്കി നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ സീരിയലുകളിലും പരസ്യം കൊടുക്കാൻ വേണ്ടി 200-300 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഈ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോഴാണ് ഈ ആലോചന വന്നതിപ്പോ. താങ്ക്സ്, നന്ദിയുണ്ടായി.
കേരള ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയിട്ട് സ്വന്തം മുഖം മിനുക്കിയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല. അവരാണ് പറയുന്നത് ഇത് കേസ്. ആരാണ് KSRTC? 10 കൊല്ലമായിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്നത്. നിങ്ങളുടെ കാലത്തല്ലേ പെൻഷൻകാർക്ക് പോലും പെൻഷൻ കൊടുക്കാൻ പറ്റാതെ പോയത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുണ്ട് തന്നെ. KSRTCയെ വീണ്ടും കടക്കണിയിലാക്കാനല്ല ഇത്. ഉറപ്പാണ് സ്ത്രീകൾ മുഴുവൻ KSRTCയിൽ യാത്രക്കാരുടെ എണ്ണം കൂടും. KSRTCയുടെ യാത്രയുടെ കംഫർട്ട് ലെവൽ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതൊരു പാക്കേജാണ്. KSRTCക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ കൂടി നികത്തി കൊടുക്കേണ്ടി വരും. അതിന് വ്യാപകമായും മറ്റ് മാർഗങ്ങളുണ്ട്. KSRTCയുടെ യാത്രയുടെ, KSRTC ബസ് സ്റ്റേഷനുകളുടെ അവയൊക്കെ എങ്ങനെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ പരസ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിച്ച് നന്നാക്കിയെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടെന്നേ കൃത്യമായിട്ട്. KSRTCയെ തകർക്കാനല്ല, ഇത് KSRTCയെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയാണ്. ഡിബേറ്റ് വേണമെങ്കിൽ ഡിബേറ്റ് ആകാം. ഞങ്ങളുടെ ഗ്യാരണ്ടിയെ കുറിച്ച് ഡിബേറ്റ് വേണമെങ്കിൽ ഡിബേറ്റ് ആവാം. മുഖ്യമന്ത്രി ഇരിക്കട്ടെ, ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്. 2, 2500 പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞ ഞങ്ങളായിരുന്നോ 5 വർഷം മുമ്പ്? 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നില്ലേ? എന്നിട്ട് 55 മാസം കഴിയുന്നവരെ നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ട് മുമ്പാണ് 1600 2000 ആക്കിയത്. ഇപ്പോഴും 2500 വാഗ്ദാനമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ വാഗ്ദാനമല്ല പറയുന്നത്. 3000 ഞങ്ങൾ ക്ഷേമ പെൻഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ആർക്കാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായ വെളിച്ചം കുറച്ചുകൂടി പരരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, പ്രകാശം പരത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 3000 രൂപ ആക്കാൻ തീരുമാനിച്ചത്. പിന്നെ വലിയൊരു ആക്ഷേപം ചികിത്സാ പദ്ധതിയെക്കുറിച്ച്. നിങ്ങൾക്ക് നോക്കാം, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം, ചിരഞ്ജീവി സ്കീം ഓഫ് രാജസ്ഥാൻ. നിങ്ങൾക്ക് നോക്കാം. രാജസ്ഥാനിലെ നമ്മുടെ ഒരുപാട് കേരളീയർ രാജസ്ഥാനിൽ ജോലി ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട്. എന്താണ് ചിരഞ്ജീവി സ്കീം എന്ന് അവിടെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ക്യാൻസറും കിഡ്നി ഫെയിലിയർ, ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്, ലിവർ റിലേറ്റഡ് ഡിസീസസ് ഒക്കെ വന്നാൽ, ആ ഡിസീസൊക്കെ വന്നാൽ കുടുംബം വിറ്റാൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ പാവപ്പെട്ട കേരളീയൻ. ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും ഇപ്പൊ പറയുന്ന എല്ലാ ചികിത്സാ സൗജന്യങ്ങളും ഒക്കെ ഒന്നും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് 25 ലക്ഷം രൂപ വരെ കൊടുക്കാവുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ സ്കീം കേരളത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മാരക രോഗങ്ങൾ വന്ന് സർജറിയൊക്കെ ആവശ്യപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഉടലെന്ന നട്ടം തിരിയുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ പരിപാടിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഗേൾ ചൈൽഡിന് പഠിക്കുന്ന കുട്ടിക്ക് 1000 രൂപ സപ്പോർട്ട്, 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. അപ്പൊ ഇത് താൽക്കാലികം നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു ഗ്യാരണ്ടികളാണ്. ഡീറ്റെയിൽ മാനിഫെസ്റ്റോ വ്യക്തമായ അടിസ്ഥാനത്തിൽ വീണ്ടും വരും. ഇത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന സംരംഭകരാണെങ്കിൽ, അത് ചെറുകിട സംരംഭകരാണെങ്കിലും വൻകിട സംരംഭകരാണെങ്കിലും അവർക്ക് കുറച്ചുകൂടി സുതാര്യമായി, സുഗമമായി, വേഗതയിൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവും. അതൊക്കെ തന്നെ പ്രകടന പത്രിക വരുമ്പോൾ പൂർണ്ണമായ ചിത്രം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. അപ്പൊ ഞങ്ങൾ സൂചിപ്പിച്ച ഇത്രയേ ഉള്ളൂ. സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നേരിടാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായ നിർദ്ദേശത്തോടുകൂടി, ഭാവനയോടുകൂടി ജനമുമ്പാകെ ഇത് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തെ നേരിടാൻ ആഗ്രഹിക്കുകയാണ്. അത് കൃത്യമായിട്ടും ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കും. 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരും.
ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കും. അതിലെന്താണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടി? അല്ല, അതെ അതെ, ഇടക്കാലത്ത് നമുക്കൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ചില സ്വഭാവ ശീശികളും രീതികളും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ പദപ്രയോഗം ഇതിനു മുമ്പും കേരളം കണ്ടതാണ്. പരനാറി പ്രേമചന്ദ്രൻ പാർട്ടി മുന്നണി വിട്ടു പോയപ്പോൾ പ്രേമചന്ദ്രൻ പരനാറിയായി. ഒരു രാത്രി കൊണ്ട് ഏറ്റവും നല്ല പ്രേമചന്ദ്രൻ പരനാറിയായിട്ട് മാറി. നമ്മുടെ ബിഷപ്പുമാരെ കുറിച്ച് നികൃഷ്ട ജീവി എന്ന പരാമർശം വന്നത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് എടാ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചതും മുഖ്യമന്ത്രിയിൽ നിന്നാണ്. ഇത് കൂടാതെ ഒരുപാട് പരാമർശങ്ങളുണ്ടായി. പക്ഷേ ഇടക്കാലത്ത് എനിക്കൊരു സംശയം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ സന്യാസി വര്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ ധരിച്ചത് ഇത് മാറിയെന്നാണ്. അപ്പൊ ഈ പറയുന്നതെല്ലാം PR-ന്റെ അഡ്വൈസ് ആണെന്ന് ഞങ്ങൾക്കറിയാം കൃത്യമായിട്ടും. ഈ മാറിയ മുഖവും മാറിയ ശൈലിയും ചിരിക്കാൻ മറന്നുപോയ ആൾ ചിരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നലെ ജി സുധാകരൻ ചെറ്റത്തരമാണ് കാണിച്ചത് എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തനിനിറം ഇതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. നികൃഷ്ട ജീവിയിൽ നിന്നും പരനാറിയിൽ നിന്നും എടാ ഗോപാലകൃഷ്ണൻ നിന്നും പുള്ളി മാറിയിട്ടേ ഇല്ല. ഈ ഇടക്കാലത്തെ മാറ്റമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കണ്ട് PR കൊടുത്ത അഡ്വൈസ് അനുസരിച്ചുള്ള മാറ്റമാണ്. തനിനിറം ഇത് തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജി സുധാകരന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ജി സുധാകരൻ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതാണ്. കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് നിശിതമായിട്ട്. CPM-നകത്തും ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കാറുണ്ട്. അതൊന്നും ചെറ്റത്തരമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. സുധാകരൻ ചെറ്റത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ മാത്രമായിരുന്നു ബാധകം. ഒരു കാര്യം ഉറപ്പാണ്, നിർഭയനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തകനായിരുന്നു സുധാകരൻ എന്നുള്ളത് പാർട്ടി വ്യത്യാസമില്ലാതെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം ധീരമായ നിലപാടെടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹം ചോദിച്ചിട്ടില്ല ഇതുവരെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രിക്ക് ടേം പ്രശ്നമല്ല, മുഖ്യമന്ത്രിക്ക് പ്രായം പ്രശ്നമല്ല, ഇതെല്ലാം എന്തിനാ സുധാകരന് പ്രശ്നമാവുന്നത് അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ആ ചോദ്യം അനുയായികൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നിൽക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹം പെട്ടെന്ന് ചെറ്റയായത്, എന്തായാലും ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നതായത് മുഖ്യമന്ത്രിയുടെ തനിനിറം വെളിച്ചത്ത് വരുത്തുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ലല്ലോ, നിങ്ങൾ ഓരോ മണ്ഡലത്തിലും നിങ്ങളെക്കാൾ റിസർച്ച് ചെയ്യുന്നവരല്ലേ. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് നോക്കിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്യും. അവിടുത്തെ മണ്ഡലങ്ങളിലെ സാധാരണ പാർട്ടി പ്രവർത്തകരോടൊന്ന് അന്വേഷിച്ച് നോക്കുക. കൃത്യമായിട്ടും ഡീലുണ്ടെന്ന് വ്യക്തമാക്കും. ഞങ്ങളെക്കുറിച്ച് ഡീലുണ്ടെന്ന് പറയുന്നത് എന്താ അർത്ഥമുണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലാവ്ലിൻ കേസ് ഒന്നും മാറ്റിവെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ED അന്വേഷണം മരവിപ്പിച്ചിട്ടില്ലല്ലോ. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഒരു മണ്ഡലം പാലക്കാട് ഇന്നലെ കേസ് പറഞ്ഞ 2-3 മണ്ഡലങ്ങൾ കൂടി ഉള്ളത്? നിങ്ങൾക്ക് സംശയമുള്ള മറ്റു മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ വ്യക്തതയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്, ചിത്രമുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന്റെയൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കഴിയട്ടെ. അല്ല, വരട്ടെന്ന് എല്ലാം ഒരു ദിവസം തന്നെ പറയണമെന്നില്ലല്ലോ. രാജി വെച്ച് പുറത്തേക്ക് പോകുന്ന നടക്കുന്ന സാഹചര്യം അത് കോൺഗ്രസ്
കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചരിത്രത്തിൽ പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ പ്രശ്നങ്ങൾ കുറഞ്ഞ ഒരു കാലഘട്ടം നിങ്ങളെല്ലാം ഒരുപാട് നാളായിട്ട് തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നവരുമാണ്. വളരെ കുറവാണ്. പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും ചെറിയ പ്രശ്നം വന്നാൽ അത് പർവ്വതീകരിക്കും. കെ സുധാകരന്റെ കാര്യത്തിലുണ്ടായത് അതാണല്ലോ. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഇനി ഇന്നും നാളെയോ ആയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ബാക്കി വലിയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല, UDF ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. നീക്കത്തിനെതിരെ അവിടെ തന്നെ ചില മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, വലിയ എതിർപ്പുണ്ടാവുന്നുണ്ട്. കണ്ണൂരിൽ നോക്കൂ, അവിടെ തോമസിന്റെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കാൻ വരുന്നു, പയ്യന്നൂരിൽ തോമസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മത്സരിക്കാൻ ഇറങ്ങുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ? അല്ല, സ്വാഭാവികമാണ്. കോൺഗ്രസ് പാർട്ടിയെപ്പോലൊരു പാർട്ടിയിൽ ഓരോ മണ്ഡലത്തിലും എടുത്താൽ കഴിവുള്ള, പ്രാപ്തിയുള്ള, അർഹതയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. നല്ല നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്. അതിലിപ്പം ഒരാൾക്കല്ലേ ഒരു സീറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പം താങ്കൾ പറഞ്ഞ ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും സീറ്റ് അർഹതപ്പെട്ടവർ, സീറ്റ് ആഗ്രഹിച്ചവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സീറ്റ് കിട്ടുന്നവർക്ക് മാത്രമല്ല പാർട്ടി പരിഗണന കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സീറ്റ് അർഹതയുണ്ടായിട്ടും സീറ്റ് കിട്ടാതെ പോയ പ്രവർത്തകരെല്ലാം, നേതാക്കൾക്കെല്ലാം അവർക്കായിരിക്കും സർക്കാർ വന്നാൽ മുൻഗണന എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായിട്ടും പാർട്ടി തീരുമാനിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവരോടെല്ലാം. അത് താങ്കൾ ചോദിച്ച പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും അമ്പലപ്പുഴയിലെയും കാര്യം, ഈ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ പാർട്ടി ഏകപക്ഷീയമായി എടുത്ത തീരുമാനങ്ങളല്ല. ഇവിടെയൊക്കെയുള്ള പാർട്ടി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയിട്ട് തന്നെയാണ്. ഇപ്പം അതിന്റെ വിശദാംശങ്ങൾ KPCC പ്രസിഡന്റിന് കൂടുതൽ അറിയാം. ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിൽ അവസാനം പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം അണിചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ആ അല്ല, നിങ്ങൾ MP-മാർ എന്ന പദവി എന്ന് പറയുന്നത് ചെറിയ പദവിയാണ്. ഞാൻ എനിക്ക് അങ്ങനെ അതാണോ MP എന്ന് പറയുന്നത്? മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ 540 അംഗ സഭയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണോ? ഞാൻ വിചാരിക്കായിരുന്നു ഈ ചോദ്യം എന്താ വരാത്തത്. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ക്ലാരിറ്റിയിലേക്ക് പോകുന്നു. മാധ്യമങ്ങളിൽ എന്നും വന്നോട്ടെ, ആരെങ്കിലും ഒന്നും പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ലക്ഷ്യം 100 സീറ്റോടുകൂടി UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവരുമായിട്ടും പരസ്പരം ആശയവിനിമയം നടത്തി, നേരത്തെ ഞാൻ പോലെ ട്രബിൾ ഷൂട്ട് നടത്തി, സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ച് നിരാശരായവരൊക്കെ സംസാരിച്ച് അവരുടെ അവരെയൊക്കെ തന്നെ നേരിട്ട് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയാണ്, സംശയമില്ല. പ്രശ്നങ്ങളുള്ള 2-3 ചെറിയ മണ്ഡലങ്ങളിൽ ഞങ്ങൾ നേരിട്ട് ഇടപെടുന്നുണ്ട്, അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൃത്യമായ ചിത്രം നിങ്ങൾക്ക് ഇന്നും നാളെയായിട്ട് പൂർണ്ണ ചിത്രം കൃത്യമായിട്ട് ഈ പറയുന്ന വളരെ വളരെ നല്ല ചിത്രമായിട്ട് മാറ്റും. ഉദ്ദേശിച്ച ചോദ്യത്തിന് മനസ്സിലായി. വീഴുന്ന ആളല്ല കേട്ടോ, അങ്ങനെ വീഴുന്ന ആളല്ല. നിങ്ങളൊക്കെ സഹായം കൊണ്ട് കുറെ നാളായിട്ട് ഞാൻ നിൽക്കല്ലേ, 40-45-50 കൊല്ലമായില്ലേ ഈ രംഗത്തുള്ളത്. അതുകൊണ്ട് അതിലൂല്ല. അല്ല, അതൊക്കെ ആർക്കും പറയാം. ജനങ്ങൾ അറിയുന്ന കൃത്യമായിട്ടുള്ള സത്യങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്ന, ഏറ്റവും വലിയ കബളിപ്പിക്കൽ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള സത്യമില്ല. ഇപ്പൊ വെളിച്ചത്ത് വന്നില്ലേ, നിങ്ങളതല്ലേ പറഞ്ഞത്? നികൃഷ്ടജീവിയെന്നും പരനാറിയെന്നും ഒക്കെ വിളിച്ച ആള് പെട്ടെന്ന് കയറി സന്യാസിയാണെന്ന് പറഞ്ഞാൽ ചിത്രം മനസ്സിലായില്ലേ? അതിനപ്പുറം വലിയൊരു തെളിവ് വേണോ? പറ, ഇരട്ട മുഖമാണ്, ഇരട്ട ചങ്കല്ല, ഇരട്ട മുഖമാണെന്ന് ഇപ്പം വ്യക്തമായില്ലേ?
അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിന് മറുപടി പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായി എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ആക്രമിക്കുന്നുണ്ട്. ഈ അക്രമമൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. യഥാർത്ഥ സ്വസ്ഥത ജനങ്ങൾ മനസ്സിലാക്കും. മുഖ്യമന്ത്രിയുടെ എല്ലാ ഇന്റർവ്യൂകളിലും രാഹുൽ ഗാന്ധി മുതൽ താഴേക്ക് എല്ലാ നേതാക്കളെയും ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ബിജെപിയുടെ BP ക്യാപ്റ്റനാണ് രാഹുൽ ഗാന്ധി എന്ന അടക്കമുള്ള ആരോപണമാണ്. അതെ അതെ, അത് പറയാൻ ഏറ്റവും അർഹതപ്പെട്ട ആളാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ബി ടീം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും തരംതാണൊരു പ്രസ്താവന നടത്താൻ മാത്രം മുഖ്യമന്ത്രി പ്രതോകിതരായതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി ബിജെപിയുടെ ബി ടീമാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആര് വിശ്വസിക്കുന്നതാണ് ഈ മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത്? ഈ ഏറ്റവും ഒടുവിലത്തെ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം, ആ പ്രസംഗം എടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവില്ലേ? രാഹുൽ ഗാന്ധി ഉന്നയിച്ച് 2-3 ഇൻഡോ അമേരിക്ക ട്രേഡ് ഡീലിനെ കുറിച്ച് നിങ്ങൾ ഇന്ത്യയെ സറണ്ടർ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ പറഞ്ഞ ആരോപണം പറയാൻ, ഒരു വാക്ക് പറയാനുള്ള ധൈര്യവും ആർജവും പിണറായി വിജയൻ ഉണ്ടാവും. ആ പറഞ്ഞതിന്റെ ഒരു വാചകം പറയാൻ, പൂർത്തീകരിക്കാൻ ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇന്ത്യയുടെ താല്പര്യങ്ങളെ മുഴുവൻ അടിയറ വെച്ച് ഇന്ത്യ അമേരിക്ക ഡീൽ ഉണ്ടാക്കി നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുന്നു മിസ്റ്റർ മോഡി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. നിങ്ങൾ സറണ്ടർ ചെയ്യാൻ കാരണവുമുണ്ട്. രണ്ട് കാരണം വ്യക്തമായിട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധി. മോഡിയെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽ പറഞ്ഞു, അഡാനി കേസ് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവാണ് വേട്ടയാടപ്പെട്ട് തകർക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി പാവപ്പെട്ടവന്റോടൊപ്പം ഉറച്ച നിലപാടെടുത്തിട്ട് അനീതിക്കെതിരെ ഇത്രയും ശക്തമായി പോരാടുന്നത്? ഈ നാടിനെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ഇത്രയും ശക്തമായി പോരാടുന്നത്? ആ രാഹുൽ ഗാന്ധി ബിജെപിയുടെ ബി ടീം പോലും സ്വന്തം കേസ് നീട്ടി വെക്കാൻ വേണ്ടി കാല് പിടിക്കേണ്ട ഗതികേടല്ല രാഹുൽ ഗാന്ധി, ആ നേതാവല്ല രാഹുൽ ഗാന്ധി. പറഞ്ഞ പ്രസ്താവന പാർട്ടി നേതാക്കന്മാർക്കെതിരെ സ്വന്തം ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞ പ്രസ്താവനയുടെ പേരിൽ 34 കേസുകൾ ഇന്ത്യ രാജ്യത്തുടനീളം ബിജെപിയും സംഘപരിവാറും രാഹുൽ ഗാന്ധിയെ കൊടുത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിൽ പോലും കീഴടങ്ങാതെ ധൈര്യപൂർവ്വം നിയമപരമായി നേരിടുന്ന നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. ഞാൻ അതിനും പിണറായി വിജയനെ ഡിബേറ്റ് ചെയ്യാൻ വിളിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ, ബിജെപിയുടെയും സംഘപരിവാറിന്റെയും അജണ്ടകൾക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇനി വല്ല സംശയവും മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ അദ്ദേഹമായി ഒന്നിച്ചിരിക്കാം. സ്വന്തം പാർലമെന്റ് അംഗത്വം ഒരു പ്രസ്താവനയുടെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ട് 24 മണിക്കൂറകൾക്കും ഗവൺമെന്റ് കൊടുത്ത വീട്ടിൽ നിന്നും പുറത്താക്കി MP സ്ഥാനമില്ലാതെ ധൈര്യം കാണിച്ച് പോരാടിയ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ബി ടീമെന്ന് മോഡിയെ കണ്ട അപ്പോ സലാം പറഞ്ഞ് സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറക്കുന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ആ കഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിനെ കുറിച്ചിട്ട്. ഗതികേടിന്റെ അങ്ങേയറ്റത്തെ പര്യായമായി കേരള മുഖ്യമന്ത്രി മാറി. ആ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് തമിഴ്നാട്ടിലെ CPM കാലം വോട്ട് പിടിക്കാൻ പോകുന്നത്. മധുര പോയാൽ കാണാം. ഈ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇല്ലാതെ അവർ പോവില്ല. മോദിയുടെ നയങ്ങളെ അനുകൂലിച്ചും
ആവശ്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം നടത്തിയത്. ഞങ്ങള് ശശി തരൂറൊക്കെ യുദ്ധത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും മുഴുവൻ പറയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അത് പ്രചരിപ്പിച്ചു എന്നല്ല പറയേണ്ടത്. പാർലമെന്റിൽ കഴിഞ്ഞ പ്രസംഗം ഞങ്ങൾ കേട്ടതാണ് ശശി തരൂരിന്റെ പ്രസംഗം. ഇന്ത്യൻ പാർലമെന്റ് റെക്കോർഡിലുണ്ട്, നോക്കിയാൽ അറിയാം. അതാണല്ലോ റെക്കോർഡിൽ വരുന്നത്, ഇന്ത്യൻ പാർലമെന്റിലെ സ്പീച്ച്. അപ്പൊ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് മോഡിയുടെ നയങ്ങൾക്കെതിരെയും CPM-ന്റെ നയങ്ങൾക്കെതിരെയും ശശി തരൂർ പ്രതികരിക്കുന്നത്. ശശി തരൂർ അക്കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെപ്പോലെ കംപ്ലീറ്റ് ആയിട്ട് ചെറുപ്പം മുതലേ KSU, യൂത്ത് കോൺഗ്രസ്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹം ഡിപ്ലോമറ്റ് ആയിരുന്ന ഒരാളായിരുന്നു, രാഷ്ട്രീയത്തിൽ വന്നതാണ്. അദ്ദേഹം ഞങ്ങൾ പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് ഒരു അർത്ഥമില്ല. വെള്ളാപ്പള്ളി നടേശ് മുമ്പ് നടത്തിയ പ്രസ്താവനയിൽ ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതുകൊണ്ട് താൻ ലീഗിനെ ന്യായീകരിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതെ, അപ്പോൾ മുസ്ലിം ലീഗിനെ പോലെ സെക്യുലറിസം കാണിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം കാണിച്ച പാർട്ടി പാണക്കാട് തങ്ങൾ. നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അയോധ്യ സംഭവം ഉണ്ടായപ്പോഴായാലും, അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴായാലും, ഏത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന സാഹചര്യം ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ ആ തീ അണക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഡൽഹിയിലെ PR ഇന്റർവ്യൂവിൽ കൊടുത്തത് എന്താണ്? മുസ്ലിം ലീഗിനെ കുറിച്ചാണോ അന്ന് പറഞ്ഞത്? ആണോ? അപ്പോ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്, ആര് വർഗീയപരമായ പ്രസ്താവനകൾ നടത്തിയാലും അതിനെ വളഞ്ഞ വഴിയിലൂടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ സ്വീകാര്യമല്ലാത്ത കാര്യമാണ്. ഈ ടോട്ടൽ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഒരു 50% KC വേണുഗോപാൽ അനുകൂലികളാണ് എന്നൊരു ആരോപണം 100%. അതെ, ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. എന്റെ പേരിലാണ് ആ കാൻഡിഡേറ്റ്സ് എല്ലാം വരുന്നത്, എന്റെ ഒപ്പിന്റെ കീഴിൽ. അപ്പൊ 100% എന്റെ സ്ഥാനാർത്ഥികളാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പോലും അല്ലാതെ ഇല്ല. എല്ലാ സ്ഥാനാർത്ഥികളും എന്റെ സ്ഥാനാർത്ഥികളാണ്, പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനാർത്ഥിയാണ്, KPC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്, രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിയാണ്, ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിയാണ്, ഇതാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ മുൻ പ്രസിഡന്റുമാരുടെ എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പോലാണ്. ഇതൊന്നും ഈ കാര്യമൊന്നും ഇവിടെ ചിലവാവില്ല. അല്ല, നിങ്ങൾ ഇത് എത്രാമത്തെ പ്രാവശ്യമായി ചോദിക്കുന്നത്? അല്ല, എത്രാമത്തെ പ്രാവശ്യമായി ചോദിക്കുന്നത്? നിങ്ങളുടെ തന്നെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ തന്നെ ഇത് എന്റെ അല്ല, ഞാൻ തമാശയായിട്ടാ ചോദിക്കുന്നത്. ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. ഡിപ്ലോമാറ്റിക് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ഞങ്ങളെ അജണ്ട മാറ്റണ്ട. ഞങ്ങളുടെ അജണ്ട ഇന്ന് കൃത്യമായിട്ടും ഇതാണ് അജണ്ട. അതുകൊണ്ട് കൃത്യമായിട്ടും പറയല്ലേ, മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് കോൺഗ്രസിന്റെ ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷനാണ് നിങ്ങൾ ധരിക്കണ്ട. ഇത് 10 കൊല്ലക്കാലമായിട്ട് കേരള ജനതയെ തകർത്തെറിഞ്ഞ ഒരു സർക്കാരിൽ നിന്ന് മോചനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, കേരളത്തെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുത്ത് ജനങ്ങൾക്ക് നന്മ കൊടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അവിടെ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഉണ്ടാവും, ഒരു പ്രയാസമില്ലാതെ മുഖ്യമന്ത്രി ഉണ്ടാവും. മുഖ്യമന്ത്രി വേണം, മുഖ്യമന്ത്രി ആവശ്യമാണ്. പക്ഷേ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കുക തെരഞ്ഞെടുപ്പായിട്ടല്ല കോൺഗ്രസും UDF-ഉം ഇതിനെ കാണുന്നത്. മറിച്ച് കേരളത്തിലെ ജനങ്ങൾ അവരർഹിക്കുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല ആള് മുഖ്യമന്ത്രിയായിട്ട് വരും. ഓക്കെ, മനസ്സിലായില്ലേ? മതിയായില്ലേ? താങ്ക് യു വെരി മച്ച്. പ്രസിഡന്റ് വല്ലതും പറയാനുണ്ടോ? ശരി.